എത്രയും ദയുള്ള മാതാവേ, നിന്റെ സങ്കേതത്തിൽ ഓടി വന്ന് നിന്റെ സഹായം തേടി നിന്റെ മധ്യസ്ഥം യാചിച്ചു വരുന്നവരിൽ ഒരാളെയും നീ ഉപേക്ഷിക്കില്ല. നീ എന്നെ ഓർക്കണമേ. കന്യാകവ്രതക്കാരുടെ രാജ്ഞിയായ കന്യകയെ, ദയുള്ള മാതാവേ, ഈ അപേക്ഷകൾ ഉപേക്ഷിക്കാതെ ദയുള്ളവളായി കേട്ടരുളണമേ. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേശയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. നാളെ നമ്മുടെ മോൻ കോൺവെക്കേഷൻ നേടുന്ന ദിവസം. അങ്ങനെ ജീവിതത്തിൽ ഒരാഗ്രഹം കൂടി സഫലമാകും. ഒക്ടോബർ 7. എന്താ ആനി, ആർ യു ഹാപ്പി? നാളെ ഒക്ടോബർ 7. അല്ല, ഇതോ എത്ര ദിവസമായി ഒരു കത്തി ഉണ്ടാക്കി തരാന്ന് പറഞ്ഞിട്ട്? വിഷയം കൊത്തിയൊക്കെ കണക്കാന്നേ. ഉരുവിനിറക്കാനായിട്ട് കഴുത്തി കത്തി വെച്ചാൽ അതറിയരുത്. ഒറ്റ വെട്ട് തുണ്ടനുണ്ട്. എനിക്കറിയാം, കത്തിപ്പണി തീരാറായി. അല്ല, പറഞ്ഞോന്നുള്ളൂ. ചോര കണ്ട മൂർച്ച പോകാത്ത കത്തിയെ കൊല്ലം മേലായിരം പണിയാറുള്ളൂ. അതെ, അതെനിക്കറിയാം. എത്രയും പെട്ടെന്ന് ആ കത്തി ഒന്ന് ശരിയാക്കി താ. ഞാനേ ഇച്ചിരി വെള്ളം കെടുക്കുവാണേ. എനിക്കൊരു നായ്ക്കുഞ്ഞിനെ കിട്ടിയിട്ടുണ്ട്. വരശല്യത്തിന് ഈ വെള്ളം നല്ലതാണല്ലോ. നാളെ എങ്ങനെ തീരുമോ? നാളെ തീർക്കും. തീർന്നാ മതി. അരുണേ, എണീക്കടാ. ഇതെന്തൊരറക്കവാ? എണീറ്റ് ഫ്രഷ് ആയിക്കേ. ദേ, ഞങ്ങൾ പള്ളിയിൽ പോയിട്ട് വന്നിട്ടോ. ഡോക്ടറാണുള്ള ചെറുക്കനാ കിടന്ന് ഉറങ്ങുന്ന ഉറക്കം. എന്തായ കാര്യങ്ങൾ? അത്യാവശ്യം വേണ്ടപ്പെട്ടവർ വരാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ചെറിയൊരു ഫംഗ്ഷൻ ഇവിടെ അറേഞ്ച്മെന്റ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഒന്നും ആവശ്യം വേണ്ടിയില്ലല്ലോ. എന്റെ ആഗ്രഹം നാളെ നടക്കാൻ പോകല്ലേ. അതിന് ഒരു കുറവ് വേണ്ടെന്ന് ഞാൻ വിചാരിച്ചു. ആനി അകത്തുണ്ടെന്ന് തോന്നുന്നല്ലോ. ആനി ആനി ആടി, നമുക്ക് അകത്തിരുന്ന് സംസാരിക്കാം. വാ.
അച്ഛനും ചെയ്യും. ആ കത്തിയും കൂടി ഇന്ന് തന്നേ. ഇത് വേറൊരു ഗുരുവിനെ ഇറക്കാൻ പോകുന്നു. അളിയൻ പോന്നപ്പോ സാന്ദ്രയെ കൂടെ കൂട്ടാമായിരുന്നു. അളിയൻ അറിയത്തില്ലേ സാന്ദ്രയുടെ തിരക്ക്. വീട് വിട്ട ഓഫീസ്, ഓഫീസ് വിട്ട വീട്, അത്ര തന്നെ. നാളെ ഒക്ടോബർ 7. ഈ ദിവസത്തിനൊരു പ്രത്യേകത കൂടിയുണ്ട്. അമ്മ ടെൻഷൻ ആക്കരുത്. അന്ന് അങ്ങനെ സംഭവിച്ചു പോയി. കോടതി എന്നെ വെറുതെ വിട്ടതല്ലേ. അത് നിന്റെ അങ്ങളുടെ കഴിവ് കൊണ്ടാണ് കോടതിയിൽ വാദിച്ച് ജയിച്ചത്. ചുമ്മാ അത് പറഞ്ഞ് മൂട് കളയാ. നമ്മുടെ മോനൊരു കയ്യബദ്ധം പറ്റി, അത് നമ്മളെല്ലാവരും കൂടി അങ്ങ് ക്ഷമിച്ചു. പിന്നെ നിലനിൽപ്പിന് വേണ്ടി കുറച്ച് കള്ളമൊക്കെ പറയേണ്ട വന്നു. അതിപ്പം ദൈവം തമ്പുരാൻ അങ്ങ് ക്ഷമിച്ചോളൂ. നീ ഇവിടെ നിന്നാ ഭ്രാന്ത് പിടിക്കും. ഇന്നൊരു മഴയ്ക്കുള്ള കോളുണ്ടെന്ന് തോന്നുന്നു. വാ നമുക്ക് ഫുഡ് കഴിക്കാം. നീ ഫുഡ് എടുത്ത് വെക്ക്, ഞങ്ങൾ ഇത് ഫിനിഷ് ചെയ്തിട്ട് അങ്ങ് വന്നേക്കാം. കഴിക്കളിയാ. നാളെ തൃക്കുന്നമ്പലത്തിൽ പോയി മോൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. ഒരു വർഷം കഴിഞ്ഞത് എങ്ങനെയാണെന്ന് അറിയത്തില്ല എന്റെ ഗീത. ദൈവം തന്ന നമ്മുടെ പൊന്നും കൂടെ സ്വർഗത്തിലിരുന്ന് കാണുന്നുണ്ടായിരിക്കും. അറിഞ്ഞോ അറിയാതെയോ ഞാൻ ഇന്നുവരെ ഒരു തെറ്റ് ചെയ്തിട്ടില്ല. എന്നിട്ടും നമുക്ക് ഈ ഗതി ദൈവം തന്നല്ലോ. സ്നേഹിച്ചു കൊതി തീരാത്തിരുന്നു നമ്മുടെ കുഞ്ഞിനെ കൊന്നു കളഞ്ഞില്ലേ. തീർക്കും, നാളെ തന്നെ ഞാൻ തീർക്കും എന്റെ മോളെ കൊന്നവനെ. നാളെ അവനെ തീർത്തിട്ട് ഞാൻ വന്നില്ലെങ്കിൽ ഈ വിഷം കഴിച്ച് എന്റെ ഗീത ഈ നശിച്ച ലോകത്തിൽ നിന്ന് പോയിക്കൊള്ളണം. നമുക്ക് നമ്മളല്ലാതെ വേറെ ആരും ഇല്ലല്ലോ. വേണ്ട, കേറ്. ഒന്നുമില്ലെങ്കിൽ നമ്മള് ക്ലാസ്മേറ്റ്സ് അല്ലേ. ആരും പൊക്കോളും, ഞാൻ നടന്നു വന്നോളാം. ഡോക്ടറാകാൻ പോകുന്ന പെണ്ണിന് ഇത്രയും നാണോ? കേറി ഗൗരി. എനിക്കൊരു ഫ്രണ്ടിന്റെ വീട്ടിൽ പോവാണ്ട്, നീ പൊക്കോ.
എന്താടാ? നീ എന്നെ എന്റെ ബൈക്കിൽ കയറാഞ്ഞേ? ഞാൻ പറഞ്ഞില്ലായിരുന്നു എനിക്ക് ഫ്രണ്ടിനെ കാണാണ്ടെന്ന്. മനഃപൂർവ്വം നീ അവോയ്ഡ് ചെയ്തതല്ലേ എന്നെ? നീ പൊക്കെ, എനിക്കിവിടെ 100 കൂട്ടം ജോലിയുണ്ട്. നിന്റെ വീട്ടിൽ വന്നിട്ട് നീ എന്നെ ഇൻസൾട്ട് ചെയ്യുവാണോ? വെറുതെ ഓരോന്ന് ചിന്തിച്ചുണ്ടാക്കല്ലേ. പോയേ നീ. നീ ആര്, ജാൻസി റാണിയോ? ബ്രോ ഷോ ഇറക്കല്ലേ. പോയേ. എന്താ ഇത്ര ജാടാ? നീ പോടാ. പോ. ആരാന്നാ നിന്റെ വിചാരം? ഷോ ഇറക്കല്ലേ. എന്താടി ആവും? ഞാനൊന്നും നേരത്തോടെ തന്നെ വിധം മറക്കട്ടോ. നീ കോളേജിലേക്ക് വാ, ആത്മാരാധന കാണിക്കാം. അമ്മ കണ്ണൂർക്ക് അമ്മ കണ്ണൂർക്കമ്മ എനിക്ക് ഈ കോൺവെക്കേഷൻ സെറിമണി കഴിഞ്ഞിട്ടേ ഞാൻ ഫംഗ്ഷനിൽ പങ്കെടുക്കുന്നില്ല കേട്ടോ അളിയാ. എനിക്കൊരു വക്കാലത്ത് ഒപ്പിട്ട് മേടിക്കണം. അർജന്റ് കേസാ. അളിയനെ അപ്പൊ ലബക്കടയിൽ ഇറക്കി വിട്ടാൽ മതിയോ? ആ മതി. നമുക്ക് പള്ളിയിൽ കയറി മെഴുകുതിരി കത്തിച്ചിട്ട് പോകാം. അയ്യോ, കൊല്ലൻ വേലായുധൻ. വേലായുധ മാറ്. എന്റെ ജീവിതം തൊലച്ചിട്ട് മാറാനും എനിക്ക് അവനെ വേണം, നിന്റെ മകനെ. മാറിക്കടാ. ആണായിട്ടും പെണ്ണായിട്ടും ഞങ്ങൾക്കുണ്ടായിരുന്ന ഞങ്ങളുടെ ജീവനെ നീ അങ്ങ് എടുത്തില്ലേ? പകരം നിന്റെ ജീവൻ ഞാനിങ്ങ് എടുക്കുക. കൊല്ലരുത്. ഞാൻ അവന് വേണ്ടി അപേക്ഷിക്കുകയാണ്. അവനവരെ ഉപയോഗിച്ച് അരുതാത്തത് ചെയ്തു പോയി. സ്വയബോധത്തോടല്ലല്ലോ ചെയ്തത്. ഒരമ്മയുടെ അപേക്ഷയാണ്. പകരം എൻ്റെ ജീവൻ എടുത്തോളൂ. അവനെ കൊല്ലരുത്. ഓർക്കാൻ പറ്റുന്നതാണ് എൻ്റെ മകൻ ചെയ്തത്. അവന് വേണ്ടി ഞാൻ യാചിക്കുകയാണ്. ഒരു പെറ്റമ്മയുടെ യാചനയാണ്. കൊല്ലരുത്. എനിക്ക് അവനെ തീർക്കാൻ കഴിഞ്ഞില്ലേ ഗീതേ? ഒരമ്മയുടെ കരച്ചിൽ കേട്ടപ്പോ ഒരു നിമിഷം ഞാനും ഒരു അച്ഛനാണല്ലോ എന്ന് ഓർത്തു. ആ നിമിഷം ഞാനൊന്ന് പതറി. ദൈവം കൊടുത്ത ജീവൻ മനുഷ്യനെ കൊണ്ട് എടുപ്പിക്കണ്ടെന്ന് അപ്പോഴെനിക്ക് തോന്നി. ഇനി ഒരു പെൺകുട്ടിയും നമ്മുടെ മോളുടെ ഗതി വരാതിരിക്കട്ടെ.